ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അയച്ചുതരാം. ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാ ഇക്വേഷനും പഠിച്ച് സെറ്റാക്കി വെക്കുക. മാത്സിൽ ഇക്വേഷൻ ഇല്ലാതെ ഒരു പ്രോബ്ലം പോലും സോൾവ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് റിയാലിറ്റി. ഓക്കെ. അതുകൊണ്ട് ആദ്യം ഇക്വേഷൻ മൊത്തം പഠിക്കുക. ഇനി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു 5 ചാപ്റ്ററാണ് ഈ ഒരു ഓൺ എക്സാമിന് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആ 5 ചാപ്റ്ററും ഒരു സിംഗിൾ ഷീറ്റിൽ മുഴുവൻ ഫോർമുലയും ഒരെണ്ണം പോലും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ജസ്റ്റ് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് W എന്ന് കമൻറ്റ് ചെയ്തോ, ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അയച്ചുതരാം. ഇനി അടുത്തൊരു കാര്യം, നിങ്ങൾ ഒരു പ്രോബ്ലം ചെയ്യുമ്പം അതിൽ മെയിൻ സ്റ്റെപ്പ് നിങ്ങളൊന്ന് ഒരു ഐഡിയ വെച്ചിട്ട് വേണം ചെയ്യാൻ. അത് നിങ്ങൾ സെറ്റാക്കിയിട്ടേ പോകാവുള്ളൂ. ഓക്കെ. ഇനി അടുത്ത് ഓൾജിബ്രൈക്ക് എക്സ്പ്രഷൻസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ A² + 2AB + B² = A+B ഹോൾ സ്ക്വയർ. ഇങ്ങനത്തെ കുറേ എക്സ്പാൻഷൻസ് ഉണ്ട്. അത് നിങ്ങൾ സെറ്റാക്കി, ഇതാരും നിങ്ങൾക്ക് പറഞ്ഞു തരില്ല, ഇത് നിങ്ങൾ സെറ്റാക്കിക്കൊണ്ടേ പോകാവുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ചില പ്രോബ്ലത്തിൽ ഇങ്ങനത്തെ എക്സ്പാൻഷൻ ഉണ്ടെങ്കിലേ അതിൻ്റെ ഫൈനൽ സ്റ്റെപ്പിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. ഓക്കെ. ഇനി മൂന്നാമത്തെ കാര്യം, നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ. അത് യൂട്യൂബിലായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ അതിലൊക്കെ നോക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ, നിങ്ങൾക്ക് വരയ്ക്കാനുള്ളത് അതും സെറ്റാക്കിയിട്ട് പോവുള്ളൂ. ഇത് ഞാൻ ആദ്യം പറയേണ്ടതാണ്, ജസ്റ്റ് വിട്ടുപോയേണ്ടതാണ് ലാസ്റ്റ് പറയുന്നത്. ഓക്കെ. അതും കൃത്യമായിട്ട് നിങ്ങൾ വരച്ച് പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ കാര്യം എന്താണെന്നറിയോ, നിങ്ങൾക്ക് ഒരു ക്വസ്റ്റിനെക്കുറിച്ച് ഒരു ഐഡിയ വേണം. മാത്സ് എന്ന് പറഞ്ഞാൽ കാണാപ്പാഠം പഠിക്കേണ്ടതല്ല. ഓക്കെ. ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആ ഇക്വേഷൻ അതിലിട്ട് കൊടുക്കേണ്ടതെന്ന് ഒരു ഐഡിയ വെച്ചിട്ട് വേണം നിങ്ങൾ മാത്സ് എക്സാമിന് പോകാനായിട്ട്. ഓക്കെ. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ കമൻറ്റ് നിങ്ങൾ ഇട്ടിട്ടേ പോവുള്ളൂ.